Dears, welcome back. Yes, മക്കളെ. അപ്പൊ 10th ഫുൾ A+ നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഗ്രേസ് മാർക്ക്. അതിന് ഏറ്റവും വലിയൊരു ഷോർട്ട് കട്ട് കൂടി പറഞ്ഞാണ് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ A+ അടിക്കാൻ പറ്റും. എങ്ങനെയാണ് ഗ്രേസ് മാർക്ക്? സബ്ജക്റ്റിന് A+ അല്ലെങ്കിൽ ഈ ഗ്രേസ് മാർക്ക് അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം 25 മാർക്ക് വരെ ഗ്രേസ് മാർക്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യം കേരള സ്കൂൾ കലോത്സവം, കേരള സ്കൂൾ ശാസ്ത്രോത്സവം ആൻഡ് സംസ്ഥാന തല ശാസ്ത്ര സെമിനാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? യെസ്. എ ഗ്രേഡ് കിട്ടുന്ന ആൾക്ക് 20 മാർക്ക്, ബി ഗ്രേഡിന് 15, സി ഗ്രേഡിന് 10 മാർക്ക്. മക്കൾ ഇതിന്റെ കംപ്ലീറ്റ് PDF നമ്മൾ നമ്മുടെ 10th വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യും. സോ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ നമ്മൾ പിൻ ചെയ്ത് വെക്കും. എല്ലാം നമ്മൾ വായിക്കുന്നില്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. റെഡ് ക്രോസ് 10 മാർക്കാണ് ജൂനിയർ റെഡ് ക്രോസിന് നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ടിന് 20 മാർക്കാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സില് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടേത് ഈ ഒരു PDF നിങ്ങൾക്ക് കിട്ടുന്നതുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. PDF ഷെയർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി എന്നുള്ളത് നിങ്ങളല്ല, നിങ്ങളുടെ +1 +2 ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ആണ് ആ ഒരു കാര്യം ഓർക്കുക. അതേപോലെ NSS ഉണ്ട്, കേരള ക്വിസ് കോമ്പറ്റീഷൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ഇനങ്ങൾക്ക് ഇവർക്ക് നമുക്ക് PDF ഷെയർ ചെയ്ത് കൊടുക്കാം. ആ PDF കിട്ടിയാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യത്തിലും ഏതിനെ പങ്കെടുത്താൽ എത്ര ഗ്രേസ് മാർക്ക് കിട്ടും എന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അപ്പൊ നമ്മുടെ ചാനലിന്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെക്കുക. അതില് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ PDF കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, റെഡി. ബൈ.